നമസ്കാരം, ഞാൻ ശക്തി. സ്വജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അശ്വതി നക്ഷത്ര ജാതരുടെ രണ്ടാമത്തെ ദശാകാലമായ ശുക്രദശാകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. നമ്മളിതിനു മുമ്പ് അശ്വതി നക്ഷത്രം സംബന്ധിച്ച് ആദ്യ ഭാഗമായിട്ട് ചെയ്ത വീഡിയോയിൽ അശ്വതി നക്ഷത്രത്തിൻ്റെ ജന്മദശയായ കേതുർ ദശാകാലത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദശാകാലം, അതായത് ഏകദേശ കണക്കാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റുക. കൃത്യമായിട്ടുള്ളൊരു കണക്ക് പറയുക ബുദ്ധിമുട്ടാണ്. അപ്പം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഏതൊരു വ്യക്തിയും കേതുർ ദശയിലാണ് ജനിക്കുന്നതെന്നും കേതുർ ദശാകാലത്തിൻ്റെ പരമാവധി കാലദൈർഘ്യം എന്ന് പറയുന്നത് 7 വർഷമാണെന്നും എന്നാൽ ഏകദേശ കണക്കിട്ട് കൂട്ടുമ്പോൾ 3.5 വർഷമാണെന്നും അതുകൊണ്ട് ഏകദേശം ജനന സമയം മുതൽ ഏകദേശം 3.5 വയസ്സ് വരെ കേതുർ ദശാകാലമാണെന്നും ആ കേതുർ ദശാകാലത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഈ കണക്ക് പ്രകാരം ഏകദേശം അശ്വതി നക്ഷത്രജാതൻ്റെ 3.5 വയസ്സ് മുതൽ 23.5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്ന, അവർക്ക് അനുഭവത്തിൽ വരുന്ന ദശാകാലം എന്ന് പറയുന്നത് ശുക്രദശാകാലമാണ്. ഏകദേശ കണക്കനുസരിച്ച് അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തിയുടെ 3.5 വയസ്സ് മുതൽ 23.5 വയസ്സ് വരെ ശുക്രദശാകാലം. ശുക്രദശാകാലം എന്ന് പറയുന്നത് 20 വർഷക്കാലമാണ്. അത് അശ്വതി നക്ഷത്രജാതർക്ക് ജന്മദശയ്ക്ക് ശേഷമുള്ള രണ്ടാം ദശാകാലമായതുകൊണ്ട് 20 വർഷക്കാലത്തെ ശുക്രദശാകാലം എന്നതിൽ യാതൊരു വിധത്തിലുമുള്ള കുറവുകൾ വരുന്നതല്ല. 20 വർഷക്കാലം തന്നെ ശുക്രദശാകാലം അനുഭവത്തിൽ വരുന്നതാണ്. ഏതൊരു അശ്വതി നക്ഷത്രജാതൻ്റെയും ജനന സമയത്തെ ആശ്രയിച്ചുള്ള ജാതക പ്രകാരം ജാതകത്തിൽ ശുക്രൻ യോഗകാരകനോ അല്ലെങ്കിൽ ശുഭരാശിസ്ഥിതനോ ആണെങ്കിൽ ശുക്രദശാകാലം എന്ന് പറയുന്നത് ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒന്നായിരിക്കും. ഇനി ശുക്രൻ ജാതക പ്രകാരം നീചനോ അതല്ലെങ്കിൽ നിർഗുണ സ്വഭാവസ്ഥിതനോ ആണെങ്കിൽ ശുക്രദശാകാലത്തിൽ ആയതുകൊണ്ടുള്ള ദോഷഫലങ്ങളും അനുഭവത്തിൽ വരേണ്ടതുണ്ട്. ശുക്രദശാകാലത്തിലെ ഗുണഫലങ്ങൾ, ശുക്രൻ ഗുണവാനാണെങ്കിലുള്ള ഗുണഫലങ്ങൾ എന്ന് പറയുന്നത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മാണം സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ജലാശയ നിർമ്മാണം, കിണറ്, കുളം ഇവയൊക്കെ നിർമ്മിക്കുവാൻ സാധിക്കുക. ചതുപ്പ് നിലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാർഷിക ഗുണം, കൃഷി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, വാഹന ലാഭം, സ്ത്രീജനങ്ങൾ മുഖേന സാമ്പത്തിക നേട്ടം, സ്ത്രീ പ്രജാലാഭം, ഉന്നത സ്ഥാനമാന ലബ്ധി, ഉദ്യോഗലബ്ധി, വിശേഷ വസ്ത്രാഭരണാദി ലാഭം, അതുപോലെ തന്നെ ഭോഗസൗഖ്യം, അന്നപാനാദി സൗഖ്യം, വിദേശയാത്രകൾ കൊണ്ടുള്ള ഗുണഫലങ്ങൾ, സൗന്ദര്യവർദ്ധനവ്, ഉത്തമമായിട്ടുള്ള വിവാഹലബ്ധി, വിവാഹപരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, കുടുംബത്തിൽ തന്നെ ഏതെങ്കിലും ഒരു നല്ല വിവാഹം നടന്നു മാറുക, കുടുംബജീവിതത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകളും താളപ്പിഴകളുമൊക്കെ മാറി കാര്യങ്ങൾ അനുകൂലാവസ്ഥയിലേക്ക് നീങ്ങുക എന്നിങ്ങനെയുള്ള ഗുണഫലങ്ങളാണ് ശുക്രൻ ശുഭഫലദാതാവാണെങ്കിൽ വരിക. ശുക്രൻ യോഗകാരകനാണെങ്കിൽ മന്ത്രിപദവി മുതൽ ഉന്നത സ്ഥാനമാന ലബ്ധി, അധികാര ചിഹ്നങ്ങളോട് കൂടിയ വാഹനത്തിൽ യാത്ര, അതുപോലെ തന്നെ കുതിരലാഭം എന്ന് പറയുക. പണ്ടത്തെ കാലത്ത് കുതിരലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് വില കൂടിയ വാഹനങ്ങളുടെ ലാഭം എന്ന് പരിവർത്തനപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ, വജ്രം തുടങ്ങിയിട്ടുള്ളവയുടെ ലാഭം, വെള്ളി ആഭരണങ്ങളുടെ ഏറ്റവും കൂടുതലാധിക്യം, ഇവയൊക്കെ തന്നെ ശുക്രദശാകാലത്തിൻ്റെ മേന്മകളാണ്. ഇനി ശുക്രൻ ഈ അശ്വതി നക്ഷത്രജാതരെ സംബന്ധിച്ച് അവരുടെ ജാതക പ്രകാരം നീചനോ അല്ലെങ്കിൽ ദോഷഫലദാതാവോ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കുടുംബപരമായിട്ടുള്ള വേർപാടും വേർപിരിവും സംഭവിക്കണം. ഈ അശ്വതി നക്ഷത്രക്കാരുടെ ഒരു നല്ല പ്രായത്തിൽ, കൗമാരപ്രായത്തിലാണ് ശുക്രൻ ദശാനാഥനായിട്ട് വരുന്നത്. ഏകദേശം 3.5 വയസ്സ് മുതൽ
23.5 വയസ്സ് വരെയുള്ള കാലം. ശുക്രൻ ബലഹീനനോ അല്ലെങ്കിൽ ദോഷ ബലദാതാവോ ആണെങ്കിൽ ഈ 23.5 വയസ്സിനുള്ളിൽ അശ്വതി നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തിക്ക് പ്രണയഭംഗം ഉണ്ടാകാനിടയുണ്ട്. പ്രണയ വിഷയങ്ങളിൽ അകപ്പെട്ട് ദുഷ്കീർത്തി വരിക, പ്രണയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചതിക്കപ്പെടുക, പ്രണയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജാരസംസർഗം ഉണ്ടാവുക, പ്രണയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജാരസംസർഗത്തിൽ കുട്ടികൾ ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഭോഗവിഷയങ്ങളിൽ അറിവ് നേടുക. അതായത് സുന്ദരികളായിട്ടുള്ള അല്ലെങ്കിൽ വളരെയേറെ തരുണീമണികളായിട്ടുള്ള സ്ത്രീകളുമായിട്ട് വയസ്സിൽ മൂത്തവരായിട്ട് പോലും, പ്രായത്തിൽ മൂത്തവരായിട്ടുണ്ടെങ്കിൽ പോലും അവരുമായിട്ട് വേഴ്ച നടത്തേണ്ടി വരില്ല. അതുപോലെ തന്നെ പ്രായത്തിൽ മൂത്തവരായിട്ടുള്ള 23.5 വയസ്സെന്ന് പറഞ്ഞാൽ വലിയ പ്രായമല്ല എങ്കിൽ പോലും അവരുടെ പ്രായവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതിൽ വ്യത്യസ്തതയുള്ള സ്ത്രീകളുമായിട്ട്, അല്ല സ്ത്രീകളാണ് പുരുഷന്മാരുമായിട്ട് ശാരീരികമായിട്ടുള്ള ധർമ്മങ്ങളുടെ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ ഈ ചതിക്കപ്പെടുന്ന വിവാഹ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചതിക്കപ്പെടുക, അല്ലെങ്കിൽ ഗർഭിണിയായിട്ട് അബോർട്ട് ചെയ്യാനൊക്കെ പറയുന്നത് ഈ അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ച് ശുക്രൻ നീചത്തിലുള്ള ജാതകമുള്ളവരുടെ 3.5 വയസ്സ് മുതൽ 23.5 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടത്തിലായി. എന്നാൽ ശുക്രനെ സംബന്ധിച്ച് നമ്മുടെ ജ്യോതിഷത്തിൽ മദനകാരകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മദന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശുക്രൻ്റെ കാരകത്വം തന്നെയാണ്. അപ്പോൾ ശുക്രൻ ബലവാനാണെങ്കിൽ കുടുംബത്തിന് ശ്രേയസ്സും ഐശ്വര്യവും ധനധാന്യ ലബ്ധിയും മറ്റെല്ലാ വിധത്തിലും, അല്ലെങ്കിൽ വാഹന ലാഭമൊക്കെ ഉറപ്പായിട്ടും പറയാവുന്നതാണ്. ജലാശയങ്ങളുടെ നിർമ്മാണം, സ്ത്രീജനങ്ങളിൽ നിന്നുള്ള ധനലാഭം, സ്ത്രീജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധനലാഭം, ഇവയെല്ലാം തന്നെ ശുഭനായിട്ട് നിൽക്കുന്ന ശുക്രൻ്റെ കാലത്ത് ലഭിക്കും. എന്നാൽ അശുഭ ഫലദാതാവാണെങ്കിൽ, നീചനാണെങ്കിൽ ഫലം മാറും. സ്ത്രീകളെ കൊണ്ട് ദുഷ്പേര്, അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാശം, ഭോഗവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാശം, ദുഷ്കീർത്തി. ഈ പറഞ്ഞ പോലെ ശുക്രൻ്റെ ഒരു അതിപ്രസരം, മോശമായ ഒരു അതിപ്രസരം ചില ജാതകങ്ങളുണ്ടെങ്കിൽ, ഈ 23.5 വയസ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ പഠന കാലഘട്ടത്തിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ ശുക്രൻ, നീചനായ ശുക്രനുണ്ട് ജാതകപ്രകാരം. ആ ശുക്രൻ്റെ ദിശാകാലമാണെങ്കിൽ ആ ഫലം അനുഭവിക്കുന്ന വ്യക്തിക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാനാവാതെ സ്ത്രീ പുരുഷ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപകീർത്തിയോ നാടുവിടലോ പ്രണയ വിവാഹമൊക്കെ ഉണ്ടാകും. പ്രായപൂർത്തിയായ 17-18 വയസ്സുള്ളപ്പോൾ തന്നെ പ്രണയ വിവാഹത്തിലാകുക, 17-18 വയസ്സുള്ളപ്പോൾ തന്നെ കപിതാവുമായിട്ട് നാടുവിടുക, 17-18 വയസ്സുള്ളപ്പോൾ തന്നെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഖ ഊഷ്മളതകൾ മനസ്സിലാക്കാനിട വരിക. ഈ പറയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങും. പക്ഷെ നീതനായ ശുക്രൻ്റെ കാലത്താണ് ഇവർ ഈ പ്രണയ വിവാഹമൊക്കെ കഴിക്കുന്നതെങ്കിൽ പിൽക്കാലത്ത് ജീവിതത്തിൽ അവരെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഏറ്റവും ശുദ്ധമണ്ടത്തരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തീരുമാനമായിരിക്കും ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടം പ്രേമവിവാഹമൊക്കെ. കാരണം ശുക്രൻ അടുപ്പിക്കുന്ന തീരുമാനം പിൽക്കാലത്ത് അവരുടെ മരണം വരെ അവർക്ക് വേദന നൽകുന്ന തരത്തിലായിരിക്കും. അതുപോലെ തന്നെ ശുക്രൻ നീതനാണെന്നുണ്ടെങ്കിൽ കന്യകയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ശുക്രൻ നീതനാണ്, ശുക്രൻ്റെ ദശാകാലത്തിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് അവൾ മനസ്സറിയാതെ മറ്റേതെങ്കിലും വഴിപഴിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരും. യാത്രകൾ കൂടുതൽ ചെയ്യാനിട വരും ശുക്രദശാകാലത്ത്. ദേശം വിട്ടുള്ള യാത്രകൾ അനിവാര്യമായിരിക്കും. മൃഷ്ടാന്ന ഭോജന സൗഖ്യമുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള ലാഭം എന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. എന്നാൽ നീചനായ ശുക്രനാണെങ്കിൽ അല്പവരുമാനമായിരിക്കും. അതായത് ഭിക്ഷയാചിച്ച് കഴിക്കുന്നതിന് തുല്യമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. അതെന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രണയ വിഷയങ്ങളും ശുക്രൻ്റെ സ്വാധീനം കൊണ്ട് ആവശ്യമില്ലാതെയുള്ള ബന്ധങ്ങളുണ്ടാക്കി ഇല്ലാത്ത ആദർശമൊക്കെ ഉണ്ടാകും ശുക്രൻ്റെ സമയത്ത്, ശുക്രൻ്റെ ദശാനാഥനായിട്ട് നിൽക്കുമ്പോൾ. കാരണം ശുക്രൻ ദശാനാഥനായിട്ട് നിൽക്കുന്ന 23.5 വയസ്സ് വരെയുള്ള ഒരു അശ്വതി നക്ഷത്ര ജാതനെ സംബന്ധിച്ച് ഏകപത്നി വ്രതക്കാരനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ പോലെ ജീവിക്കണം എനിക്ക്, അല്ലെങ്കിൽ പതിവ്രതയായിട്ടുള്ള സീതാദേവിയെ പോലെ ജീവിക്കണം എനിക്കെന്ന് പറയുന്ന ഒരുപാട് പ്രാക്ടിക്കലല്ലാത്ത ആദർശങ്ങൾ. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കൽ അല്ല എന്നല്ല പറയുന്നത്. അശ്വതി നക്ഷത്ര ജാതകരുടെ
തുടർന്ന് വരുന്ന ദശാകാലങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ 23.5 വയസ്സുവരെ അവരെടുക്കുന്ന പല തീരുമാനങ്ങളും വളരെ സംശുദ്ധവും വളരെ നൈർമല്യമുള്ളതും വളരെ ഉത്തമവും ഉദാത്തവുമായിരിക്കും. പക്ഷെ ആ ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ ജീവിതാനുഭവങ്ങൾ അവരെ പ്രേരിപ്പിക്കില്ല. കാരണം അവർ കണ്ടെത്തിയ അവരുടെ ലോകം എന്ന് പറയുന്നത് വളരെ വിശുദ്ധിയുടെയും സൽഗുണ സമ്പത്തിൻ്റെയും അതിലുപരി ആത്മാർത്ഥത നിറഞ്ഞതുമായിരിക്കും. പക്ഷേ ശുക്രദശാകാലത്തിൽ അവർ പണ്ടാണ്ട് പറഞ്ഞ പോലെ വളരെ കേമമാണെന്ന് കരുതി എടുത്ത് തലയിൽ വയ്ക്കുന്ന പല കാര്യങ്ങളും, അത് തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും പഠിക്കുന്ന വിഷയത്തിലുള്ള താല്പര്യമാണെങ്കിലും താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലുമൊക്കെ അവരെടുത്ത് വയ്ക്കുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് അവർക്ക് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കേണ്ടി വരികയോ അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സാധനം ഒന്ന് താഴത്ത് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചാൽ മതി എന്ന് പറയുന്ന തരത്തിലേക്ക് വഴിമാറി ചിന്തിക്കുന്നതുമായിരിക്കും. ഏറ്റവും കൂടുതൽ വിശ്വാസവഞ്ചനയ്ക്കിരയാകാനിടയുള്ളൊരു കാലഘട്ടമാണ് നീചനായ ശുക്രൻ്റെ അശ്വതി നക്ഷത്രക്കാരുടെ ദശാകാലം. അതായത് 3.5 വയസ്സ് മുതൽ 23.5 വയസ്സ് വരെ ഉള്ളത്. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രണയ വിഷയങ്ങളുമായിട്ട് അവർ ബന്ധപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ സാഹിത്യ നിർമ്മാണം, കഥ എഴുത്ത്, കവിത എഴുത്ത്, അഭിനയം, നാടകം, അല്ലെങ്കിൽ നൃത്തങ്ങൾ, ഇവയുമൊക്കെ ആയിട്ടൊക്കെ ഇവർക്ക് മാനസികമായിട്ടൊരു വലിയ അടുപ്പമുണ്ടാകും. മാനസഗുരുവായിട്ട് പോലും ചില മഹാത്മാക്കളെ കരുതിക്കൊണ്ട് അവർ സ്വയം കണ്ടെത്തുന്ന രീതിയിലേക്ക് തന്നെ ചില കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ ഇത്രയേറെ കഴിവുകളുണ്ടെങ്കിലും ശുഭനായിട്ടുള്ള ശുക്രൻ്റെ കാലത്ത് അവയൊക്കെ ബെന്നിക്കൊടി പാറിക്കുന്ന വിജയത്തിലേക്ക് നിങ്ങളുടെ ഉണ്ടെങ്കിലും നീചനായിട്ടുള്ള ജാതകപ്രകാരം നീചനായിട്ടുള്ള ശുക്രനാണെങ്കിൽ അവയൊക്കെ എന്നേക്കുമായി വലിച്ചെറിഞ്ഞുകൊണ്ട് അതുവരെയുള്ള ആദർശങ്ങൾ വെറും സങ്കല്പം മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു തരത്തിലേക്ക് അവർ യാത്ര ചെയ്യേണ്ടി വരും. 23.5 വയസ്സ് വരെ ശുക്രൻ അശ്വതി നക്ഷത്രക്കാർക്ക് വരുമ്പോൾ നീചനായ ശുക്രൻ എന്ന് പറയുന്നത് അവൻ്റെ വിദ്യാഭ്യാസം മുടക്കി, അവൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനാവാത്ത അവസ്ഥയുണ്ടാക്കി, അവന് ഒന്നും അല്ലാതെ നിർത്തും. എന്നാലും അവൻ്റെ മനസ്സ് നിറച്ച് ഈ മനോകാമനകളായി ഒരു ഉത്തമയായ ഒരു ഭാര്യയുമായിട്ട് ജീവിക്കുന്ന ആഗ്രഹം, അല്ലെങ്കിൽ ഉത്തമനായ ഒരു ഭർത്താവുമായിട്ട് ജീവിക്കുന്ന സങ്കല്പം. ഇങ്ങനെ കുടുംബജീവിതമാണ് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന തരത്തിൽ ഒരു സ്വപ്നലോക സഞ്ചാരിയായിട്ട് ഈ ശുക്രദശാകാലത്തിലെ നീചാവസ്ഥയിൽ പോകാനുണ്ട്. എന്നാൽ ബലവാനായിട്ടുള്ള ശുക്രനോ ശുഭനായിട്ടുള്ള ശുക്രനോ ഒക്കെ ആണെങ്കിൽ ഉത്തമവും ആത്മാർത്ഥേയവുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോകും. ശുക്രദശാകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു മിസ്യൂസ് ചെയ്യപ്പെടൽ, ഭോഗവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു മിസ്യൂസ് ചെയ്യപ്പെടുന്നൊരവസ്ഥ പോലും ഈ നക്ഷത്ര ജാതർക്ക് ഉണ്ടാകാനിടയുള്ളത് നീചനായ ശുക്രൻ്റെ അവസ്ഥയിലാണ്. ശുക്രൻ പൊതുവെ മദനകാരകനായതുകൊണ്ടും ശാരീരിക ലൈംഗിക വിഷയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ആളായതുകൊണ്ടും പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അത്തരത്തിലുള്ള വികാര വിചാരങ്ങൾ ശുക്രദശാകാലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ നക്ഷത്ര ജാതരിൽ വന്ന് ഭവിക്കാനിടയുള്ളതും അത്തരം വിഷയങ്ങളിൽ ഇവർ അമിതമായിട്ട് മുഴുകിപ്പോയാൽ, അമിതമായിട്ട് ആ ഒരു വിഷയത്തിൽ ആകാംക്ഷാഭരിതനായിട്ട് നിന്ന് പോയാൽ വിദ്യാതടസ്സം മുതൽ സ്വന്തം നിലയിൽ ജീവിക്കാൻ സ്വതന്ത്ര ജീവിതം ആരംഭിക്കുന്നത് വരെ ഉണ്ടാകേണ്ടതാണ്. ഇത് പൂർത്തീകരിക്കാതെ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് മറുനാട്ടിൽ പോയി കോടീശ്വരനാകാമെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നതൊക്കെ ശുക്രൻ പറ്റിക്കുന്ന പണിയാണ് അശ്വതി നക്ഷത്ര ജാതരെ സംബന്ധിച്ച്. മറുനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ എന്തൊക്കെ കഷ്ടപ്പാട്, ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കേണ്ടി വരുമെന്ന് അവർക്കും മഹാദേവനും മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്ന പോലാണ് ഫലം. അപ്പോൾ ശുക്രദശാകാലം എന്ന് പറയുന്നത് ശുഭനായിട്ടുള്ള ശുക്രൻ സർവക്ഷേമ ഐശ്വര്യങ്ങളുടെയും വിളനിലമാകും. വിവാഹാദി വിഷയങ്ങൾ, ധനധാനിലബ്ധി, കാർഷിക ലാഭം, അതുപോലെ തന്നെ ജലാശയ നിർമ്മാണം, വിശേഷപ്പെട്ട വസ്ത്രാഭരണ, സ്വർണ്ണ വജ്ര വസ്ത്രാഭരണ ലാഭം, ഉദ്യോഗപ്രാപ്തി, അധികാരപ്രാപ്തി, ഗൃഹനിർമ്മാണം, വാഹനലാഭം, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ. നീചനായ ശുക്രനാകട്ടെ ഈ പറഞ്ഞവയെല്ലാം കൊണ്ടുള്ള ദോഷഫലങ്ങൾക്കൊപ്പം ദുഷ്കീർത്തി ഉണ്ടാകും. ദുഷ്കീർത്തിക്കും ഇടയാകും. കാരണം പ്രായപൂർത്തിയാകാതെ ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥി
അച്ഛനായി എന്ന് പറഞ്ഞ ആ വിദ്യാർത്ഥികൾ ജാതകം എടുത്ത് പരിശോധിച്ചാൽ അതിലേറ്റവും കൂടുതൽ വില്ലനായിട്ട് നിൽക്കുന്ന ശുക്രനായിരിക്കും. പ്രായപൂർത്തിയാകാതൊരു പെൺകുട്ടി അമ്മയായി എന്ന് പറയുന്നൊരു ജാതകം വന്നാൽ ആ ജാതകം എടുത്ത് പരിശോധിച്ചാൽ ആ ജാതകത്തിലും പ്രധാന വില്ലൻ്റെ റോളിൽ നിൽക്കുന്നത് ശുക്രനായിരിക്കും. അപ്പോൾ ശുക്രനെ കൊണ്ട് വളരെ ടോപ്പിലെത്തിക്കാനും സാധിക്കും, വളരെ അധമപരമായ നിലയിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ശുക്രദശാകാലം എന്ന് പറയുന്നത് 20 വർഷക്കാലമാണ്. ആ 20 വർഷക്കാലത്തെ ശുക്രദശാകാലത്തിൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നത് ജാതകപ്രകാരം ശുഭനായിട്ടുള്ള ശുക്രൻ്റെ ദശാകാലത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഇനി ദോഷകാരകനാണ് ശുക്രൻ എന്നുണ്ടെങ്കിൽ സ്ത്രീകളിൽ നിന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് എതിർലിംഗക്കാരിൽ നിന്നുമൊക്കെ വളരെ അകലം പാലിച്ചു നിൽക്കുന്നതായിരിക്കും നല്ലത്. സ്ത്രീജനങ്ങളാണെങ്കിൽ പുരുഷന്മാരോടും, പുരുഷന്മാരാണെങ്കിൽ സ്ത്രീജനങ്ങളോടും. കാരണം ഇല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ആരോപണം, ഒരു അപഖ്യാതി, ഒരു ദുഷ്കീർത്തിക്കിടയാകുന്ന സാഹചര്യം ഉണ്ടാകാനിടയുള്ളതും ഈ ശുക്രദശാകാലത്തിലാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ശുക്രദശാകാലത്തിൻ്റെ ദോഷപരിഹാരത്തിന് മഹാലക്ഷ്മിയാണ് ഭജിക്കേണ്ടത്. വെള്ളിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ടും വിവിധ നിറങ്ങൾ കലർന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും മഹാലക്ഷ്മി ഭജനമാണ് ഉത്തമം. അതുപോലെ തന്നെ കേസരം, സിംഹപുച്ഛം, മനശ്ശില തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ഇട്ട് തിളപ്പിച്ചാറിയ ജലത്തിൽ വെള്ളിയാഴ്ച ദിവസം ഉദയം മുതൽ 1 മണിക്കൂറിനുള്ളിൽ ദേഹശുദ്ധി വരുത്തുന്നതും ശുക്രദോഷ പരിഹാരമായിട്ട് പറയുന്നത്. കനകധാരാസ്തവം, മഹാലക്ഷ്മി ഇഷ്ടവം, അഷ്ടകം, മഹാലക്ഷ്മി സ്തോത്രം എന്നിവ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉദയം മുതൽ 1 മണിക്കൂറിൽ ജപിക്കുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ശുക്രദശാകാലം എന്ന് പറയുന്നത് ശുഭനായ ശുക്രൻ്റെ കാലത്ത് രാജാധികാരവും സർവ്വസമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളും ഭോഗസൗഖ്യവും നൽകും. നീചനായ ശുക്രൻ്റെ കാലത്ത് ഭോഗസൗഖ്യത്തിന് കുറവൊന്നുമില്ലെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അപകീർത്തികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ദാരിദ്ര്യവും സ്വന്തം അഭിമാനം പോലും സംരക്ഷിക്കാൻ പറ്റാത്ത തരത്തിലൂടെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നൊരു കാലഘട്ടമായിരിക്കുമെന്നുള്ളതും ഒന്ന് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കിയിരിക്കേണ്ടതാണെന്ന് മാത്രമാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നത് അശ്വതി നക്ഷത്രജാതരുടെ 23.5 വയസ്സ് മുതൽ 29.5 വയസ്സ് വരെയുള്ള സൂര്യദശാകാലത്തെക്കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.